നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമസ്കാരം. ഒരു മോശമല്ലാത്തൊരു കോൺഗ്രസ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പൂപ്പനും മാമന്മാരും ഒക്കെ കോൺഗ്രസ് ആയിരുന്നു. അവർ വന്ന് അമ്മയോട് പറയും ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് അമ്മ പോയി ചെയ്യും. അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു. എവിടെ വെച്ച് എങ്ങനെയെന്ന് എനിക്കറിയില്ല. നേമത്ത് ഹൈസ്കൂളിൽ പഠിക്കാൻ പോയി. വിക്ടറി ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ 8ാം ക്ലാസ് മുതൽ നേമത്താണ് പഠിച്ചത്. ഇപ്പോഴും ഞാൻ SFIയിൽ അംഗത്വം എടുത്തു എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും പറഞ്ഞില്ല. പറഞ്ഞ മാമൻ ആടിച്ച് പരിവാക്കും. അതുപോലെ അപ്പൂപ്പൻ കുറേ കാലം അത് രഹസ്യമാക്കി വെച്ചു. അത് കഴിഞ്ഞ് DYFലേക്ക് പോയി 10 കഴിഞ്ഞപ്പോൾ. അങ്ങനെ DYFയിൽ വർക്ക് ചെയ്തു. പരസ്യമായി ഞങ്ങളുടെ ശാന്തിയുള്ളയിൽ ഒരു വാർത്തയായി, തങ്കത്തിൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റായെന്ന്. സജീവ പ്രവർത്തനായി. എനിക്ക് തോന്നുന്നു പീപ്പിൾസ് എന്ന് പറഞ്ഞ് വെള്ളായണി ജംഗ്ഷനിലൊരു വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി, അന്ന് വീട്ടിൽ പത്രമൊന്നും വരുത്താനുള്ള ശേഷിയില്ല. അവിടെ പോയി പത്രങ്ങൾ വായിക്കുമായിരുന്നു. 3-4 പത്രങ്ങൾ, മാതൃഭൂമി, ദേശാഭിമാനി, മലയാള മനോരമ, കേരളമതി, 4 പത്രം വായിക്കുമായിരുന്നു. എന്തു വന്നാലും വായിച്ചിരിക്കും. രാവിലെ വായിക്കാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം പോകും. പിന്നെ ആരതി എന്ന് പറഞ്ഞ് വേറൊരു സംഘടന ഉണ്ടായിരുന്നു. അത് സ്റ്റുഡിയോ റോഡിൽ മെർലാൻഡ് സ്റ്റുഡിയോയ്ക്ക് അടുത്ത് നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്തനായ ക്യാമറാമാൻ S. കുമാറൊക്കെ സംഘടിപ്പിച്ച സംഘടനയാണ് ആരതി. അതിൻ്റെ വാർഷികങ്ങളൊക്കെ നടക്കും, പ്രോഗ്രാം കാണാൻ പോകലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. ഞങ്ങളുടെ നാട്ടിൽ കോൺഗ്രസ്സുകാരായാലും BJPക്കാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും എല്ലാവരും പ്രസിഡൻ്റ് എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. എത്രയോ വർഷക്കാലം നേമം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സഖാവ് O. ഷാഹുൽ ഹമീദ്. നീല അരക്കയ്യൻ ഉടുപ്പും തോളിലൊരു വെള്ള തോർത്തും ഇട്ട് ചെരുപ്പിടാതെ ഈ പൊന്നുമംഗലം വാർഡിൽ എവിടെയെല്ലാം പോകണോ അവിടെ എല്ലാം പോകുന്ന മനുഷ്യനായിരുന്നു. രാഷ്ട്രീയമൊന്നുമില്ല അദ്ദേഹത്തിന്. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹം ന്യായത്തിൻ്റെ പക്ഷേ നിൽക്കൂ. എന്തെങ്കിലും ഒരു വിവരക്കേട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണിച്ചാൽ ആരുടെ മാനം നോക്കില്ല, ഒരൊറ്റ അടി വെച്ച് കൊടുക്കും ചെയ്തിട്ടില്ല. ആർക്കും അതിൽ തർക്കമില്ല. എൻ്റെ മാനം നിങ്ങളെന്തിനു തല്ലിയെന്നൊന്നും ഒരച്ഛനും ഒരു ബാപ്പയും വന്ന് ചോദിക്കില്ലായിരുന്നു. പാവം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് പരമ്പരാഗതമായി കിട്ടിയ ഏക്കർ കണക്കിന് വസ്തു അദ്ദേഹത്തിന് വെള്ളായണി ജംഗ്ഷൻ നാഷണൽ ഹൈവേയിലുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്ന കാലമായപ്പോഴേക്കും ഒരു വീടും, താമസിക്കുന്ന ആ ഓടട്ട ഒരു വീടും കുറച്ച് തറയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി വിറ്റ് തിന്നു എന്ന് പറയാം. പാർട്ടിക്കാർക്ക് വേണ്ടി വിറ്റ് തിന്നു, അല്ല അദ്ദേഹമല്ല തിന്നേ. എന്നെ ഒരുപാട് ലാളിച്ച മനുഷ്യനായിരുന്നു ഷാഹുൽ ഹമീദ് സഖാവ്. മുറുക്കാങ്കട ഇട്ടിരിക്കുന്ന ദാമോദരൻ പിള്ളയുടെ മകളുടെ മകൻ എന്നുള്ളതുകൊണ്ടായിരിക്കാം, ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം എന്നോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു. കുറേ കാലം എന്നെ വിശ്വസിച്ചിരുന്നില്ല. കാരണം നമ്മുടെ പാർട്ടിയിലൊന്നും നിൽക്കും തോന്നില്ല എന്നുള്ളൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വാർഡിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം വന്ന് ഞാൻ പറഞ്ഞാൽ അപ്പം എൻ്റെ കൂടെ വരും. ആട്ടയൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്, നടപ്പ് തന്നെ. ചെരുപ്പിടാത്ത കാലുമായിട്ട്, ഉറച്ച കാലുമായിട്ട് എന്നോടൊപ്പം വന്ന് ഞാൻ പറയുന്ന പ്രശ്നം പരിഹരിക്കുമായിരുന്നു. വലിയ എന്താ പറയുക, എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സഖാവാണ് സഖാവ് O. ഷാഹുൽ ഹമീദ്. അപ്പോൾ അവിടെ NSSൻ്റെ പ്രബലനായ അന്നത്തെ നേതാവ് എന്ന് പറയുന്നത് എല്ലാവരും ചങ്കുപിള്ള എന്ന് വിളിക്കുന്ന, ഞാൻ ചങ്കുമാമൻ എന്ന് വിളിക്കുന്ന ശിവശങ്കരൻ നായർ എന്നൊരാളാണ്. ചങ്കുമാമൻ പറഞ്ഞാൽ പിന്നെ എതിർവായില്ല. മരണമായാലും കല്യാണമായാലും എന്ത് സംഭവമായാലും ശരി, ചങ്കുള്ള ഒരു അവസാന വാക്കാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ മാട്ടു ചികിത്സ, എന്തൊക്കെയോ പരിപാടികൾ കയ്യിൽ ഉണ്ട്. നല്ല കർഷകനുമൊക്കെയാണ്. ഒരടിയൊക്കെ ഇട്ട് തന്നാൽ 4 കറക്കം കറക്കും. ഈ അടിതടയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അതുപോലെ മർമ്മത്തിലൊക്കെ എണ്ണയിട്ട് പിടിക്കുന്ന ആളാണ്. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ചങ്കുമാമന്. ചങ്കുമാമൻ്റെ കണ്ണിലെ ഒരു കരടായി മാറി ഞാൻ. കാരണം അവിടുന്ന് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ്
പാർട്ടിയിലേക്ക് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും അങ്ങനെ ആരും ഇല്ല. ഇവനൊരു മുടിയനായ പുത്രനാണെന്ന് ചങ്കുമാമൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. സഖാവ് ഷാവുൽ ഹമീദിന് വേണ്ടി ഈ കവലകൾ തോറും ഓരോ പോക്കറ്റിലും പ്രസംഗിക്കുന്നത് ഞാനായിരുന്നു. ഈ തുടക്കമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. അപ്പം ഞാൻ പ്രസംഗിച്ച ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അദ്ദേഹവും പാർട്ടിക്കാരും എല്ലാം കൂടെ ഹാരമൊക്കെ ഇട്ട് നടന്നു വരുന്നത് ഈ സ്വീകരണ സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ അവിടുന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് പോകും. അങ്ങനെ ഈ ചിന്നത്തിലെന്ന് പറഞ്ഞ ശാന്തിവിളയിൽ എൻ്റെ വീട് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ ചിന്നത്തിലെന്ന് പറഞ്ഞ വലിയ കുടുംബം ഉണ്ട്. ഇപ്പോൾ ഷീബാല തിയേറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ 24 ന്യൂസ് കിടക്കുന്ന MP തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ MP നാരായണൻ നായർ എന്ന് പറഞ്ഞ് NSSൻ്റെ MLA ഒക്കെ ആയ ആളാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്നിട്ട് പ്രസംഗിച്ചാൽ ഭയങ്കര ഉയരത്തിലാണ്. അവിടെ നിന്ന് പ്രസംഗിച്ചാൽ താഴെ മുഴുവൻ കേൾക്കാം. അപ്പോൾ താഴെയാണ് ചങ്കുമാമൻ താമസിക്കുന്നത്. അവിടെ ഇരുന്ന് കേൾക്കാം നമ്മൾ രാഷ്ട്രീയത്തിലൂടെ എന്തൊക്കെ പറയുന്നു. അങ്ങനെ ഇലക്ഷനിൽ ഞാൻ വളരെ സജീവ പ്രവർത്തനാവുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഷാവുൽ ഹമീദ് സഖാവ് ജയിച്ചു. അദ്ദേഹത്തിന് ജയമെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച ജയമാണ്, അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയമില്ലാത്ത മനുഷ്യസ്നേഹിയായ മനുഷ്യരല്ലേ. അങ്ങനെ ജയിച്ച ആഹ്ലാദ പ്രകടനം ഇങ്ങനെ അതിന് നേതൃത്വം കൊടുത്ത് ഈ പറഞ്ഞ ചിഹ്നത്തിൽ എന്ന് പറഞ്ഞ ആ ജംഗ്ഷനിലെത്തിയപ്പോൾ കുരുമി എന്ന് പറയും. അവിടെ ഒന്നുകൊണ്ട് ആവേശത്താൽ ഞങ്ങൾ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുദ്രാവാക്യമൊക്കെ വിളിച്ചു. ഇതിനിടയിൽ ആരൊക്കെയോ കോൺഗ്രസിൻ്റെ പൊട്ടിയ സ്ഥാനാർത്ഥിയെ പൊട്ടി ശിങ്കാരപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ ശരിക്കും ആക്ഷേപിച്ചു. അതിനുശേഷം കുറേ കാലം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വിട്ടു. മരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ നല്ല ബന്ധമായിരുന്നു. അങ്ങനെ എന്താ പറയുക, അദ്ദേഹം തോറ്റതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ വിവാഹം നടക്കാൻ പോവാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഞാനും സിന്ധുവും പൊന്നുമംഗലം NSS കരയോഗത്തിലെ മെമ്പർമാരാണ്, ഞങ്ങളുടെ വീട്ടുകാർ. അപ്പോൾ എനിക്ക് NSS തേങ്ങാക്കൊല്ലൊന്നുമില്ല, DYFI അല്ലേ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ NSS ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാനിത്തിരി തലയെടുത്തല്ലോ, ഹരികുമാർ സാറിൻ്റെ സിനിമയിലൊക്കെ എത്തി. അപ്പോൾ ഞാൻ പറയുന്നത് വീട്ടിൽ നടക്കും. അപ്പോൾ എൻ്റെ അനിയൻ അതിലൊന്നും തർക്കിക്കുകയില്ല. NSSന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ അവൻ പറയും. അല്ല, ഞാൻ പറയുന്നത് തന്നെയാണ് രാഷ്ട്രീയമൊക്കെ. ഒരു ദിവസം സിന്ധുവിൻ്റെ അച്ഛൻ വീട്ടിൽ വന്നിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അക്കാ, എല്ലാവരും തങ്കേക്കാന്നാണ് വിളിക്കുന്നത്, അക്കാ, ഇന്ന് എനിക്ക് NSS നിന്നൊരു കത്ത് തന്നു. മോളുടെ കല്യാണം നടക്കണമെങ്കിൽ റബലായി ജീവിക്കുന്ന, NSSനെതിരെ സംസാരിക്കുന്ന, NSSൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന പയ്യനാണ് കെട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മാപ്പ് എഴുതി കൊടുക്കണം പെണ്ണിൻ്റെ അച്ഛൻ, എന്നാലേ ഞങ്ങൾ സഹകരിക്കൂ. ഞാനകത്തിരുന്നത് കേൾക്കുകയായിരുന്നു. ഞാൻ പുറത്തിറങ്ങി വന്ന് പറഞ്ഞു, അപ്പോൾ സിന്ധുവിൻ്റെ അച്ഛനോട് അല്പം ഉറച്ച് സംസാരിക്കണം, ചെവിക്ക് അല്പം കേൾവിക്കുറവുണ്ട്, സർവീസിലുള്ളപ്പോഴേ കേൾവിക്കുറവുണ്ട്. ഞാൻ വന്നുകൊണ്ട് പിന്നെ മാപ്പോ വല്ലതും എഴുതി കൊടുത്താലുണ്ടല്ലോ മകൾക്ക് വേറെ ആളെ നോക്കിക്കൊള്ളണം, എന്നെ കിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അദ്ദേഹത്തിന് പിന്നെ എതിരഭിപ്രായമൊന്നുമില്ല, നമ്മൾ പറയുന്നത് തന്നെയാണ് അഭിപ്രായം. അതുപോലെ തന്നെ സിന്ധുവിൻ്റെ അനുജനെയും വിളിച്ച് ഞാൻ പറഞ്ഞു, ഡേ NSSലൊക്കെ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് വരട്ടിയൊക്കെ ചിലപ്പം മാപ്പ് എഴുതി വാങ്ങിച്ചളയും, നാളെ അത് എനിക്കെതിരെ അവർ തിരിക്കും ആ കത്ത്. അതുകൊണ്ട് ഒരു കാരണവശാലും എഴുതി കൊടുക്കാൻ സമ്മതിക്കരുതേ, എഴുതിയാലും ഇവനാണ് കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ അവൻ ഇല്ലാണോ കൊടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്തിനു പറയുന്നു, ഞാനും സിന്ധുവുമായിട്ടുള്ള കല്യാണം NSS ബഹിഷ്കരിച്ചു. സിന്ധുവിൻ്റെ അച്ഛൻ പോയി എത്ര രൂപ സംഭാവന കൊടുക്കാം, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ വഴങ്ങിയില്ല. കല്യാണം ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. DYFI ഏറ്റെടുത്ത്. അപ്പോൾ ഈ ഹിന്ദു കല്യാണം അനുസരിച്ച് പെൺകുട്ടിയാണല്ലോ സ്വയംവരം നടത്തുന്നത്, ഹാരം ആദ്യം ഇട്ട് ഭർത്താവിനെ സ്വീകരിക്കുന്നത്. ഇവിടെ DYFIക്കാരന്മാർക്ക് അതുമല്ലോ അറിയാം. ഒരു ഹാരം എടുത്ത് എൻ്റെ തന്നു, ശ്രീനിവാസ യാദവ് പടത്തിൽ പറഞ്ഞല്ലേ, ഞാനതെടുത്ത് സിന്ധുവിന് ആദ്യം ഇട്ട്. ആടിച്ചോറത്തിൽ മുഴുവൻ ചിരിയാണ്. രണ്ടാമത് സിന്ധുവിൻ്റെ ഒരു ഹാരം കൊടുത്ത് സിന്ധു അതെടുത്ത് എനിക്കിട്ട്. ഇറങ്ങിയപ്പോഴാണ് ആരോ പറയുന്നത്, എടാ ഇത് തെറ്റിപ്പോയി, ആദ്യം പെണ്ണാണ് ഇടാനുള്ളത്. അവന് പെണ്ണിട്ടില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനേക്കാളും രസം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തെ ഈ സദ്യ എന്ന് പറഞ്ഞ ഒരു ചിട്ടവട്ടം ഉണ്ടല്ലോ, ഇലയിട്ട് നാക്കിലയിൽ നിറയെ കറികളൊക്കെ വിളമ്പി, ഒരു വശത്ത് പഴവും പപ്പടവും
വറ്റലും ഉപ്പേരിയൊക്കെ വെച്ച് ചോറിട്ടാൽ, ചോറിടുന്നതിന് മുമ്പ് വെള്ളം കൊണ്ട് വെച്ചു, അത് കഴിഞ്ഞ് ചോറിട്ട് കഴിഞ്ഞാൽ ആദ്യം പരിപ്പ് വരും. പരിപ്പ് കറി വന്നു കഴിഞ്ഞാൽ അതിൽ നെയ്യൊഴിക്കും. ആ നെയ്യും പരിപ്പും പപ്പടവും കൂടെ വരികയാണല്ലോ ആദ്യം തിന്നുന്നത്. എൻ്റെ കല്യാണത്തിന് DYFI കാരന്മാർ ആദ്യം സാമ്പാർ വിളമ്പി. സാമ്പാർ വിളമ്പി NSSൻ്റെ പ്രതിനിധി ഇരുന്നുകൊണ്ടുണ്ട്. ഇവൻ ഇത്രയും വേണം എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ച് കാണും. ശംഖുമാവനൊക്കെ ചിരിച്ച് കാണും. സാമ്പാർ കഴിഞ്ഞ് രസം വിളമ്പി, രസം കഴിഞ്ഞ് മോര് വിളമ്പി, അവസാനം പരിപ്പ് വിളമ്പി. ആദ്യം വിളമ്പാനുള്ള പരിപ്പ് അവസാനം. അതുപോലെ ഇലയിൽ കറി വയ്ക്കുന്നതിനും ഒരു ഇതുണ്ട്. ആദ്യം ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, ഇങ്ങനെയാണല്ലോ വയ്ക്കണേ. ഓലൻ, ഇങ്ങനെയാണ് വയ്ക്കണേ. അങ്ങനെയാണ് വയ്ക്കാനുള്ളത്. ഇതാ അങ്ങേറ്റത്ത് ആദ്യത്തത് അവിയൽ, മൂന്നാമത് ഇഞ്ചി, എല്ലാം തലവത്തിനായിപ്പോയി. കല്യാണം ഒരു കോമഡി പടമായിപ്പോയി, പ്രിയദർശൻ്റെ പടം പോലെ ആയിപ്പോയി. എന്നാലും 32 വർഷമായിട്ട് സന്തോഷമായിട്ട് ഞാൻ സിന്ധു ജീവിക്കുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അച്ചുവൊക്കെ ആയ ശേഷം, മകനായ ശേഷമാണെന്ന് തോന്നുന്നു, പുതിയ NSS ഭാരവാഹികൾ വരികയും ചങ്കുമാവനൊക്കെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്തപ്പോൾ വീണ്ടും അംഗത്വത്തിന് വന്ന് എടുക്കണം. എടുത്തോളൂ എന്ന് പറഞ്ഞു. പൈസ കൊടുക്കും, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പൈസ കൊടുക്കും വർഷം തോറും. വാർഷിക വരിസംഖ്യ ഒന്ന് വാങ്ങിക്കുമായിരുന്നു. അതുപോലെ ആ NSSൻ്റെ തലപ്പത്തൊരു നല്ല കാശുകാരനായ ഒരാൾ പ്രസിഡൻ്റായി. എന്നും ബദ്ധവൈരികളായിരുന്നു അദ്ദേഹവും ഈ ശങ്കുവിളാവനുമായിട്ട്. അദ്ദേഹം മന്ത്രി കർത്തയുടെ PA ഒക്കെ ആയിരുന്നു. മരിച്ചുപോയ ആളായിട്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ശാന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ പിരിവിനോ അല്ലെങ്കിൽ പാർട്ടിയുടെ പിരിവിനോ എന്തിനെങ്കിലും പോയെന്ന് വെച്ചോളൂ, വലിയ അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലെ വലിയ ആഢ്യത്തുള്ള ആളാണ്. ആ വാ 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 എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കും, എല്ലാവരും ചിരിച്ചോടെ സംസാരിക്കും. ചെന്നിരുന്നാലുടൻ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഷാഹുൽ ഹമീദ് സഖാവായാലും അത് കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻ്റായ SM കാസിം സഖാവായാലും ആരായാലും ശരി, അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു കബീർ സാഹിബ്, അങ്ങനെ ആരായാലും ശരി, ആര് വന്നാലും അവരെ സാഹിബേ ഇരിക്കും എന്ന് പറയും. അപ്പോൾ ഒരിക്കലും ഷാഹുൽ ഹമീദ് സഖാവിനെ ഒന്നും സാഹിബ് എന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ്. സാഹിബ് എന്നേ പുള്ളി വിളിക്കും. അപ്പോൾ കൂടെ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ കൂടെ ഉണ്ടെന്ന് വെച്ചോളൂ, പണിക്കരും ഉണ്ടാ വാ ഇരി. അപ്പോൾ അതിൻ്റെ പുറകെ വരുന്ന ആളിനെ നോക്കിയിട്ട് മേസരി പെൻഷനായില്ലേ? ഒരു അധ്യാപകനോട് ചോദിക്കുകയാണ്, മേസരി പെൻഷനായില്ലേ? മനസ്സിലായോ? ജാതി പറഞ്ഞേ വിളിക്കുള്ളൂ ഓരോരുത്തരെയും. പക്ഷേ ആരും അങ്ങനെ എതിർക്കില്ല. വലിയ സമ്പന്നനും പ്രമാണിയും മന്ത്രികർത്തയുടെ PAയും ഒരു വലിയ കുടുംബത്തിലെ ഗ്രഹനാഥനും ഒക്കെ ആയതുകൊണ്ട് ആരും എതിർത്ത് പറഞ്ഞത് നിങ്ങളെന്താണ് ഇങ്ങനെ പണിക്കരെന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ മേസരി എന്ന് വിളിക്കണമെന്ന് ചോദിക്കില്ല. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു അധ്യാപകനായിരുന്ന, ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം കൂടെ വരികയാണെങ്കിൽ റെസിഡൻസിൻ്റെ പൈസ പിരിക്കാൻ വന്ന് ഇയാൾ പറയുന്നത് മേസരി പെൻഷനായില്ലേ, അദ്ദേഹം ഒരു കാർപ്പൻ്റർ സമുദായത്തിൽ ജനിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് രസകരമായ NSS കഥകൾ എനിക്ക് പറയാറിയാം. അതുപോലെ തന്നെ ശാന്തിവിളയിൽ ഞങ്ങളൊക്കെ അളപ്പ് ബെഞ്ചെന്ന് പറയുന്നൊരു ബെഞ്ചുണ്ട് ഒരു കടയുടെ മുന്നിൽ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വന്നൊരു 12 മണി വരെയും, വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെയും ഞങ്ങൾ ശാന്തിവിളയിലെ പ്രമാണികളായ നായന്മാരെല്ലാം ബെഞ്ചിൽ നിരക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ലോകം മുഴുവൻ അളക്കും. ഇപ്പോൾ രാവിലെ 10 മണിക്ക് വന്ന് ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു 11 മണിയായപ്പോൾ വന്ന് നിന്ന കല്ലൂരോ വെള്ളാണിയിലോ ഒക്കെ പോകുന്ന ഒരു ബസ് വന്ന് നിന്ന് അതിൽ നിന്ന് 2 അപരിചിതർ ഇറങ്ങിയെന്ന് വെച്ചോളൂ. അവരിങ്ങനെ ഒന്ന് ആരോട് ചോദിക്കാമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരാൾ കൈകാട്ടി വിളിക്കും, വന്ന് എന്ത് അല്ല, ഇപ്പം എൻ്റെ പേര് തന്നെ പറയാം, അല്ല ഈ കരടിയോട് എന്ന് പറഞ്ഞൊരു റോഡില്ലേ, കരടിയോട് റോഡ്, അവിടെ ഈ തങ്കമെന്ന് പറഞ്ഞ ആളിന് ഒരു ദിനേശ് എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, ഉണ്ട്. അല്ല എങ്ങനെ ആൾ നല്ല പയ്യൻ, നല്ല വലിയ ഫാമിലി അല്ലേ, നല്ല പയ്യനല്ലേ, എന്ത് അല്ല അതാ ഇവൻ്റെ മകളെ ഒരു ആലോചനയായിട്ട് വന്നതാണ്. കൊള്ളാം കേട്ടോ, ഏത് കാര്യം നോക്കിയാലും കൊള്ളാം, നടത്തും, ഒരു കുഴപ്പമില്ലാത്ത പയ്യനാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് കുടുംബത്തിലൊക്കെ ജനിച്ചതാണ്. ആരും പറഞ്ഞാൽ കേൾക്കില്ല, കാരണം തൻ്റെ കൊച്ചിലെ മരിച്ചു പോയില്ലേ. അപ്പോൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാണ് നടക്കണേ. മിക്കവാറും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഇല്ല, മനസ്സിലായോ? എന്നും കേസും വഴക്കും അടിയൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. അടുത്ത ബസ് വരുമ്പോൾ അവർ കയറി മുങ്ങൂലേ,
ഭാഗ്യത്തിന് എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചുള്ളൂ. ആ പെൺകുട്ടിയെ ഞാൻ കെട്ടുകയും ചെയ്തുകൊണ്ട് എന്നെ പാരവയ്ക്കാൻ പറ്റിയില്ല. പക്ഷേ ശാന്തിയുള്ളിൽ ഒരുപാട് കല്യാണം മുടക്കികൾ ഈ ബെഞ്ചിലുണ്ടായിരുന്നു. അളപ്പ് ബെഞ്ചെന്നാണ് ഞങ്ങൾ പറയാറ്. ബഹുരസമാണ് ഞങ്ങളുടെ നാടിൻ്റെ. സത്യം പറഞ്ഞാൽ പെരുവണ്ണാപുരത്തെ വിശേഷം പോലെ സിനിമ ചെയ്യാവുന്ന നാടാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ NSSൻ്റെ ഈ പറഞ്ഞ നേരത്തെ സായിപ്പ് എന്നൊക്കെ വിളിച്ചില്ലേ, അദ്ദേഹത്തെ ചെന്ന് കണ്ട് എനിക്കും പരിചയമുള്ളൊരു ചേച്ചി വീട്ടിലൊക്കെ പോയി ഓല മടഞ്ഞു കൊടുക്കുക, പൂ കെട്ടി ചാലയിൽ കൊണ്ടു കൊടുക്കുക, ഇങ്ങനെ ജീവിക്കുന്നൊരു ചേച്ചി. കാരണം ഭർത്താവ് ഒരു സ്വയംഭനല്ല, ഒരു വല്ലാത്ത ടൈപ്പ്. അത് വേണമെങ്കിൽ വേറൊരു എപ്പിസോഡിൽ പറയാം ഞാൻ. അപ്പോൾ അവരുടെ മകളെ പഠിപ്പിക്കാൻ പാങ്ങില്ല, പക്ഷെ നല്ല ബ്രില്യൻ്റായ കുട്ടിയാണ്. അവൾക്ക് NSSൻ്റെ നീറമങ്കരയുള്ള NSS കോളേജിൽ ഒരു അഡ്മിഷൻ വേണം, പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ ഈ പറഞ്ഞ സായിപ്പ് എന്നൊക്കെ വിളിക്കുന്ന ആളിനെ പോയി കണ്ടു, താണ് വീണ് തൊഴുതു. സാറേ, എൻ്റെ മോൾ SSLC ജയിച്ചു. എത്ര മാർക്കുണ്ട്? അവൾക്ക് നല്ല മാർക്കുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു 10ാം റാങ്കിലൊക്കെ എത്തായിരുന്നു. അത് ശരി, അത്രയും ബ്രില്യൻ്റാണോ നിൻ്റെ മോള്? അത് ശരി. നീ എന്താ വന്നേ? അല്ല, അവക്കേ NSSൻ്റെ നീറമങ്കരമുള്ള കോളേജിലൊരു അഡ്മിഷൻ ശരിയാക്കി തരുമോ എന്ന് ചോദിക്കാനാണ് വന്നത്. അതേ, പറയുമ്പോൾ വിഷമം തോന്നരുത്. നമ്മൾ ഈ NSS കോളേജ് നടത്തുന്നത് പുണ്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ നായർ പിള്ളേർക്ക് പഠിച്ച് വലിയ ആവാനല്ല, NSSന് പൈസ ഉണ്ടാക്കാനാണ്. നീ ഒരു 50,000 രൂപ കൊടുക്കാൻ പറ്റുമോ? 5,000 രൂപ കൊടുക്കാനുള്ള പാങ്ങില്ല അവർക്ക്. കൂലിപ്പണി ചെയ്ത്, അതായത് വീടുകളിൽ പോയി ഓല മുടഞ്ഞു കൊടുക്കുക, പൂ കെട്ടി ചാലിയെ കൊണ്ടു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നൊരു ചേച്ചിയാണ്. നിനക്കൊരു 50,000 രൂപ കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ വിളിച്ച് പെരുന്നീ പറയാം. അയ്യോ സാറേ, എല്ലാവരും അദ്ദേഹത്തിന് സാറേ എന്നാണ് വിളിക്കുക, അല്ല മാമാന്നാ അണ്ണാന്നാ ചിറ്റപ്പാന്ന് ആരും വിളിക്കില്ല. സാറേ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ, അന്നെന്നുള്ള കാര്യങ്ങൾക്ക് പോലും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ മോളിലോട്ട് പഠിപ്പിക്കാതിരിക്കുന്നതാണ് ഭംഗി. പറഞ്ഞു വിട്ടു. പക്ഷേ അവരെ കൂടെ പഠിച്ച ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീ, ഒരു ചേച്ചി, NSS കോളേജിൽ ജോലി ഉണ്ടായിരുന്നു. അവരെ ചെന്ന് കണ്ട് പറഞ്ഞു, എടി എൻ്റെ മകൾക്ക് എങ്ങനെയുള്ള അഡ്മിഷൻ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ കുട്ടി പഠിത്തം പകുതിയാവുന്നതിന് മുമ്പ് ഒരു ചെറിയ അച്ഛനുമായിട്ടുള്ള ചെറിയൊരു പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. ഞാൻ അതിൽ പോകുമ്പോഴൊക്കെ അവളെക്കുറിച്ച്, മരിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ TV കാണാനൊക്കെ വരുമായിരുന്നു. പാവം. ആ കുട്ടി ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ NSS കോളേജുകൾ നടത്തുന്നത് നായന്മാർ പിള്ളേരെ രക്ഷപ്പെടുത്താനല്ല, ഞങ്ങൾ കാശുണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ ഒരു ഉപദേശം. അതുകൊണ്ടാണ് എനിക്ക് ഈ NSSനോടും SNDPയോടും ഒക്കെ എതിർപ്പുള്ളത്. അങ്ങനത്തെ പാർട്ടികളായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയാൽ അവിടെ ഒരു സദാശിവൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ തല തിരിഞ്ഞു പോയവനാണ് ചെറുപ്പത്തിൽ. നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ, പക്ഷേ അദ്ദേഹം എന്നെക്കാൾ ഒരുപാട് 10-40 വയസ്സിൻ്റെ വ്യത്യാസമുള്ള മനുഷ്യനാണ്. പഞ്ചായത്തിൽ ജോലിയുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒതുക്കാൻ പറ്റില്ല. കാരണം ആരെയും കയറി ചീത്തൊളിച്ചളയും കയറി ഇടിച്ച് കയറി എവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ, കല്യാണ വിളമ്പുന്നിടത്തൊക്കെ എന്നെയും കൂടെ കയറ്റി കൊണ്ടുപോകും. എന്നെയും കൊണ്ട് വിളിക്കും, വാ കല്യാണ മണ്ഡപത്തെ അകത്ത് വാന്ന് പറയും. അകത്തുനിന്ന് വിളമ്പാൻ പറയുന്നുണ്ട്. ഇഞ്ചിയോ നാരങ്ങ എന്തെങ്കിലും, അല്ലെങ്കിൽ ഗ്ലാസ് വയ്ക്കാനോ എന്തെങ്കിലും ഏൽപ്പിക്കും. മറ്റവന്മാർ സമ്മതിക്കില്ല, NSSകാർ സമ്മതിക്കില്ല. അവർ ബാഡ്ജോ കുത്തിയില്ല നിൽക്കുന്നത്. അത് ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പോടാവില്ല എന്നിട്ട് ബാഡ്ജ് വിളമ്പടാ എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരുപാട് കല്യാണത്തിന് DYFIക്കാരനാണെങ്കിൽ പോലും വിളമ്പിയിട്ടുണ്ട്, ഇടിച്ചു കയറി വിളമ്പിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. അതുപോലെ തന്നെ ഈ മരിച്ചിടത്തും NSS ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി. കുടിശ്ശിക അടച്ചില്ല, ഇപ്പോൾ അതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ആ വാശിയൊക്കെ പോയെന്ന് തോന്നുന്നു. പിന്നെ പട്ടും കച്ചിയും മറ്റേ മരുമോൻ്റെ വീട്ടുകാർ ഇടണം, എന്തൊക്കെയോ നിബന്ധനകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടക്കുന്നതിനുള്ള ഉണക്കത്തൊണ്ടൊക്കെ വെച്ച് കുഴിമാടം ഉണ്ടാക്കുന്നതൊക്കെ ചങ്കുമാമനായിരുന്നു എക്സ്പെർട്ട്. മുണ്ടൊക്കെ തട്ടെടുത്ത് കയറിയിരുന്നു ഇതൊക്കെ ഇടിച്ച് താഴ്ത്തിയൊക്കെ വിറവൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അതിൽ വിറവൊക്കെ പറക്കിയിട്ട് കൊടുക്കാൻ, ഉണങ്ങിയ തൊണ്ട എടുത്തിട്ട് കൊടുക്കാനൊക്കെ ഞാൻ നിൽക്കും. എന്നോടും പുള്ളി ഗെറ്റൗട്ടൊന്നും അടിച്ചിട്ടില്ല, ഇഷ്ടമല്ല എങ്കിലും ഞാൻ പറക്കിയിടുമ്പം അടുത്ത് വെച്ച് അടിച്ച് താർക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന 2-3 അസ്മാദികളുണ്ട്. ഇവർ ഈ മൃതദേഹം കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഈ മുഴുവൻ കത്തിയൊന്നും നോക്കാൻ വേണ്ടി ഇദ്ദേഹം ചങ്കുമാമൻ 2 പേരെ 2-3 പയ്യന്മാരുടെ അവിടെ നിൽക്കാൻ പറയും. അവർ കമ്പൊക്കെ വെച്ചുകൊണ്ട് അവിടെ നിൽക്കും. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പം പിടിച്ച ഒരാളാണെന്ന് വെച്ചോളൂ മരിച്ചത്. വെള്ളം അടിച്ച തലവേദനയുള്ളവനോ, പെണ്ണ് കേസിലൊക്കെ പ്രതിയായവനോ, കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനോ, അങ്ങനെ ആരെങ്കിലും ഒരാൾ മരിച്ചെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അഹങ്കാരത്തിൽ ജാട കാണിച്ചിട്ടുള്ളവനോ ഒക്കെ മരിക്കുമ്പോൾ
ഈ പറഞ്ഞ 2-3 പേരെ വിറവ് തീരാറാവുമ്പോൾ പുതിയ വിറവൊക്കെ എടുത്തിട്ട് കൊടുക്കാനൊക്കെ ഏർപ്പാടാക്കി ചങ്കുമാമ അങ്ങ് പോകും വീട്ടിലേക്ക്. വരുമ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് നല്ല ജെൻറ്റിൽമാനായിട്ട് വരും. തിരിച്ചു പോണത് മുണ്ട് മാത്രമേ കാണൂ, ഉടുപ്പ് തോളിയിട്ടേക്കും. ഇനി വീട്ടിൽ പോയി കുളിച്ചിട്ടേ വീട്ടിൽ കയറും. അപ്പോൾ യവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശാലം വാങ്ങിച്ചൊക്കെ അടിച്ചിട്ടിങ്ങനെ നിൽക്കും, അത് കത്തി തീർന്നവരെ. അപ്പോൾ ലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ അങ്ങ് പോകുമല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു രംഗം, ഞങ്ങളുടെ നാട്ടിലെ ഒരു ധനാഢ്യം മരിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയാം. അപ്പോൾ പാതി ശരീരം വെന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും വിറവ് പറക്കിയിടാൻ ഒരാൾ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിടാനായിട്ട് ഒരു കമ്പ് വെച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ട്. അയാൾ ഈ മരിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ബോഡിയിൽ ഒരു കുത്തു കുത്തിയിട്ട് പറയുക, ഒരു ഒറ്റ കുത്ത്. എന്നിട്ടാണ് മാമാ ഒരുപാട് വീടുകളിൽ കയറിയിട്ടുണ്ടെന്നറിയാം, ഒരു കുത്ത് വീണ്ടും ജീവിച്ചിരുന്നപ്പോൾ തൊടാൻ പറ്റാത്തതുകൊണ്ട് വിരോധം തീർക്കുന്നത് മരിച്ച ശവശരീരം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മാമാ നിങ്ങൾ ഏതെല്ലാം വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കേട്ടാ, ഒരുപാട് കുടുംബം കലക്കിയ ആളാണ് മാമൻ, ഒറ്റ കുത്ത്. ഇങ്ങനെ NSSനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞാൻ എന്തിനും ഇവിടെ ഇരുന്ന് NSSൻ്റെ കാര്യം പറയും. ഞാൻ സിന്ധുവും കൂടി ഇന്നലെ ഒട്ടും പ്രതീക്ഷയില്ലാതെ ഒരു സിനിമ കണ്ടു, വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അത് മനോഹരമായ ഒരു സിനിമയാണ് എന്ന് അറിഞ്ഞിട്ടല്ല പോയത്. ചെന്നപ്പോഴാണ് അറിയുന്നത് നല്ല രസകരമായ സിനിമയാണ്. അതിൽ നമ്മുടെ ബൈജു, ആൽത്തറ ബൈജു എന്ന ബൈജു സന്തോഷം എന്നാണ് ഇപ്പോൾ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ബൈജു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം NSS പ്രസിഡൻറ്റ് വേണു എന്നാണ് പേര്. NSSൻ്റെ ആ കരയോഗത്തിലെ പ്രസിഡൻ്റാണ് വേണു. ഒരു കറുത്ത ഷർട്ടും കറുത്ത വരെയുള്ള ഒരു മുണ്ടും കൊടുത്ത് ഒരു ഹോണ്ട ആക്റ്റീവയിൽ വന്നിറങ്ങുന്ന വേണു. ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അയ്യോ, ഇത് ഇവൻ ശാന്തിവിളയിലുള്ളൊരു ക്യാരക്ടറിനെ വെച്ചാണല്ലോ ഇതിൻ്റെ സംവിധായകൻ തിരക്കഥ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ടുള്ള ഒരു NSS നേതാവിനെ പോലെ ഇരിക്കുന്നു ബൈജു. ഒരു ഭാവമേ ഉള്ളൂ, ഒരു അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ, ഞാൻ NSSൻ്റെ കരയോഗം പ്രസിഡൻ്റാണെന്നുള്ളൊരു ധാർഷ്ട്യത്തിൻ്റെ മുഖമുള്ള ഒരൊറ്റ ഭാവം കാണിച്ചാൽ മതി ബൈജുവിന്. വേണുവായിട്ട് ബൈജു മനോഹരമായി ചെയ്ത സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. നമ്മുടെ ചാനലിൽ പുതിയ സിനിമകളെക്കുറിച്ച് നമ്മൾ പറയാത്തതാണ്, പക്ഷേ എനിക്ക് ഈ പടത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നി. കാരണം അസീസ് നെടുമങ്ങാടാണ് നായകൻ. വേറെ വലിയ എടുത്തു പറയാവുന്ന വലിയ താരങ്ങൾ ബൈജു അല്ലാതെ ആരുമില്ല. മല്ലിക ചേച്ചിയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മല്ലിക ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് ഞാൻ മല്ലിക ചേച്ചി ഒരുപാട് ആക്ഷേപിച്ചുകൊണ്ടൊരു എപ്പിസോഡ് ചെയ്തു. കാരണം എന്നെപ്പറ്റി അവരൊരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ എന്നെപ്പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു. ഒരു പടവും ചെയ്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു പടവും ചെയ്തിട്ട് അവൻ വലിയ മറ്റവനായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ എപ്പിസോഡ് ചെയ്ത ശേഷം മല്ലിക ചേച്ചി എന്നെ 2 പ്രാവശ്യം വിളിച്ചു, ഞാൻ എടുത്തില്ല. മൂന്നാമത് മല്ലിക ചേച്ചി വേറെ ആരുടെ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു. അതെനിക്ക് അറിയാത്ത നമ്പറായിട്ട് ഞാൻ എടുത്ത് ഹലോ എന്ന് പറയണേ, ദിനേശേ ഞാൻ മല്ലിക ചേച്ചിയാണ്, നിങ്ങളുടെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അതുവരെ എന്നെ വിളിച്ചിരുന്നത് ദിനേശ് സാറേ എന്നാണ്. ഈ അവരെ വിമർശിച്ചുകൊണ്ടായിരിക്കാം ദിനേശ് എന്നാക്കി. ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസമില്ല, എനിക്ക് ഒരു പരാതിയില്ല അതിൽ. എന്നെ ദിനേശ് എന്ന് വിളിക്കുന്നത് എന്നാണ് ഇഷ്ടം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാൻ പോയത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ചേച്ചി എനിക്കൊരു മെസ്സേജ് അയച്ചു. ചേച്ചിയുടെ കൗശലം ആ മെസ്സേജിലുണ്ട്. കാരണം ചേച്ചി ചോദിക്കുന്നത്, ആദ്യം എന്നോട് മെസ്സേജ് ഇട്ടത്, ഞാൻ നിങ്ങളെ കളിയാക്കിയ ഏത് ചാനലിൽ ഞാൻ കളിയാക്കി എന്നുള്ളത് എന്നെ അറിയിക്കണം. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അത് കണ്ട ഉടൻ ചേച്ചി പറയുകയാണ്, ഞാനിതിൽ സംവിധായകൻ്റെ പേരോ പടത്തിൻ്റെ പേരോ പറഞ്ഞില്ലല്ലോ എന്നെ പറഞ്ഞിട്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാവിൽ അവധിയുടെ പേരുമില്ല, എൻ്റെ പേരുമില്ല. പക്ഷേ എന്നെയാണ് പറയുന്നതെന്ന് ചേച്ചിക്കും അറിയാം, കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ, അതുകൊണ്ടാണല്ലോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നെ. അപ്പോൾ ഒരു വലിയ മെസ്സേജ്. എന്നിട്ട് എന്നെ പറഞ്ഞു, ഞാൻ എത്ര കാലം ജീവിച്ചാലും ശരി, ഞാനങ്ങനെ ദിനേശനെ കളിയാക്കിയിട്ടില്ല എന്ന് ദിനേശനെ ബോധ്യം വരുന്നതുവരെയും ഞാൻ ജീവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. ഞാനതിന് മറുപടി അയച്ചില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് താലി ഏറ്റവളെ വേദനിപ്പിക്കരുതെന്നാണ്. എന്നെ സഹികെട്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. കാരണം അത്രയ്ക്ക് എന്നെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. അല്ലെങ്കിൽ മല്ലിക ചേച്ചി ഞാൻ പറയില്ലായിരുന്നു. ആ മല്ലിക ചേച്ചിക്ക് ഞാൻ ഇന്നൊരു മെസ്സേജ് അയച്ചു, ചേച്ചി നിങ്ങളെന്നെ ഇന്നലെ നന്നായിട്ട് കരയിച്ചു. ആ സിനിമയിലെ മുത്തശ്ശി മരിക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പടം തുടങ്ങി 3 സീനായിട്ട് കഴിയുമ്പോൾ ബംഗ്ലാവിൽ അവധ ഞാൻ ഓർത്തേ. പടം തുടങ്ങി 3ാമത്തെ സീനിലാണ് ബംഗ്ലാവിൽ അവധയിൽ അവധ മരിക്കുന്നത്. അതുപോലെ മല്ലിക ചേച്ചി 3ാമത്തെ 4ാമത്തെ സീനിൽ ചേച്ചി മരിച്ചു. പിന്നെ ചേച്ചിയുടെ ശവം അടക്കാൻ പറ്റാതെ പോകുന്നതാണ് സബ്ജക്റ്റ്. അതിൽ അവസാനം അസീസ് ഒരു നിലപാടെടുക്കുക, അയാളൊരാണാണ് എന്ന് തെളിയിക്കുന്നിടത്ത്
ചേച്ചിയെ മകളെ കൊണ്ട് കർമ്മമൊക്കെ ചെയ്യിച്ച് NSSനെ ചവിട്ടി കൂട്ടി വെളിയിൽ കളഞ്ഞിട്ട് മകളെ കൊണ്ട് അടക്കുന്നിടത്താണ് പടത്തിൻ്റെ ക്ലൈമാക്സ്. അതിൽ ഈ ഇപ്പോഴത്തെ സൂംബ ഡാൻസൊക്കെ ചേച്ചി ചെറുമക്കളോട് ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. 3 സീനിലെ ചേച്ചി അഭിനയിച്ചുള്ളെങ്കിലും പടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മല്ലി ചേച്ചിയുടെ സാവിത്രി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. സാവിത്രി മാമി തിരുവനന്തപുരം സ്ലാങ്ങിൽ തോന്നയ്ക്കലൊക്കെ ഉള്ള ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ മഴക്കാലത്ത് തുടർച്ചയായിട്ട് മഴയാണല്ലോ, താരങ്ങളില്ലാത്തൊരു ചിത്രം റിലീസ് ചെയ്യുന്നത് തന്നെ റിസ്ക്കാണ്. അതിൻ്റെ കൂടെ എന്താ പറയുക, താരങ്ങളില്ലാത്ത പടം കൊണ്ടൊന്ന് ഈ കൊടും മഴയത്ത് കൊണ്ട് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ സംവിധായകനും നിർമ്മാതാവിനും അത്രയും ആത്മവിശ്വാസം ഉണ്ടാവും, ഈ പടം ഓടും എന്ന് തോന്നിക്കാണും. ബിപിൻ ദാസ് എന്ന് പറഞ്ഞാൽ എന്താ വാഴ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്ത ആളാണ് പടത്തിൻ്റെ നിർമ്മാതാവ്. സംവിധായകൻ പറയുന്നത്, സംവിധായകൻ തന്നെയാണ് S. വിപിൻ, എനിക്ക് പരിചയമില്ല, തിരുവനന്തപുരത്തുകാരനാണ്. അയാൾ പറയുന്നത്, ഞാൻ പലരെയും ഈ സബ്ജക്റ്റ് ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ ആർക്കും വിശ്വാസമില്ല ഈ സബ്ജക്റ്റ് ഓടുമെന്ന്, അതുകൊണ്ട് ആരും കൈ കൊടുത്തില്ല. എന്തായാലും അത് നന്നായി എന്ന് ഞാൻ പറയും. വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് പടം. 2 പകലും 1 രാത്രിയേ ഉള്ളൂ പടത്തിൽ. ഒരു പകൽ ചെറിയ സംഭവങ്ങൾ നടക്കും, അന്ന് രാത്രി അത് വീട്ടിൽ ഇരുന്നവരൊക്കെ ചർച്ച ചെയ്യും, പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി മരിക്കും, അന്ന് വൈകുന്നേരം അടക്കും, അവിടെ പടം തീരും. ഇത് രസമായിട്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. സാധാരണ നമ്മൾ കാണുന്ന സിനിമയേ അല്ല. മറ്റ് കഥാപാത്രങ്ങൾ പോലെ ഒരാളാണ് ഈ മുരളി എന്ന് പറഞ്ഞ നായകൻ. മുരളിയായിട്ടാണ് ഈ അസീസ് നെടുമങ്ങാട് അഭിനയിച്ചിരിക്കുന്നത്. നായികയുടെ അത്രയും പ്രാധാന്യമുള്ള അമ്മുമ്മ, സാവിത്രി മാമി, സാവിത്രി അക്കൻ, സാവിത്രി കുഞ്ഞമ്മ, ഇങ്ങനെ ഓരോ ബന്ധുക്കളും ഓരോ രീതിയിലാണല്ലോ വിളിക്കുന്നത്. അതിലൊരു അമ്മാവനുണ്ട്, ഉപ്പും മുളകിലുണ്ടായിരുന്ന വാ നിറച്ച് മീശയുള്ളൊരു അമ്മാവുണ്ട്, പേരറിയില്ല, തിരുവനന്തപുരത്തുകാരനാണ്. അയ്യോ, അദ്ദേഹം അതിൽ കാണിച്ചിരിക്കുന്ന ഈ നായന്മാരിലെ പോയിസൺ മൊത്തമുള്ളൊരു ക്യാരക്ടർ മനോഹരമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവസാനം സഹികെട്ട് ഈ അസീസ് അവതരിപ്പിക്കുന്ന മുരളി ഇറങ്ങി പോവുക എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന സീനുണ്ട്. ഇയാൾ ഓർഡറോളങ്ങണം, അല്ലെ അടി കിട്ടുമെന്ന് പറഞ്ഞ് ഓടിക്കളയും. എന്നാൽ എനിക്ക് അപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, മലയാള സിനിമ ഇപ്പോൾ പോകുന്ന പോക്കാണ്. എന്നോടൊരു സിനിമാക്കാരൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്, നമ്മളിപ്പോൾ 5 കോടിയോ 10 കോടിയോ 20 കോടിയോ എടുത്ത് ഒരു സിനിമ എടുത്താൽ പടം തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച മിനിമം ഒരു 2 കോടി രൂപ മുടക്കി ആളെ കയറ്റണം തിയേറ്ററിൽ. അതൊരു പുതിയ അറിവാണ് എനിക്ക്. 2 കോടി രൂപ മുടക്കി തിയേറ്ററിലേക്ക് ആളെ കയറ്റി പേരുണ്ടാക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ പടം ഓടിക്കൊള്ളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്. ആദ്യത്തെ ഒരു 4-5 ദിവസം ഹൗസ്ഫുള്ളാക്കണം, അതിനുവേണ്ടി ഒരു 2 കോടി രൂപ ബജറ്റിൽ മാറ്റി വയ്ക്കണം ചിലവ് എന്ന് പറഞ്ഞിട്ട്. 1 കോടി രൂപയാണെന്ന് എറണാകുളത്തുള്ളവരെ വായി നോക്കി യൂട്യൂബർമാർക്ക് കൊടുക്കേണ്ടത്. 1 കോടി രൂപ. ഇപ്പോൾ ഈ പടത്തിൽ തന്നെ യൂട്യൂബർമാരെ ഒരു സ്ക്രീൻ നിറച്ചെഴുതി കാണിക്കുന്നു. ഒരു 10-100 യൂട്യൂബർമാരെ പേര്, ഇത് പ്രൊമോട്ട് ചെയ്ത ചാനലുകളുടെ പേര് കാണിക്കുന്നു. ഇതിനിടയിൽ ഒരുത്തൻ നിർമ്മാതാവിനെ വിളിച്ചിട്ട് എത്ര രൂപ ആവശ്യപ്പെട്ടു, തിരുവനന്തപുരത്തുകാരനാണ്. ആ പൈസ തന്നില്ല എങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടും, നിൻ്റെ പടം തല്ലിപ്പൊളിപ്പടമാണെന്ന് കമൻ്റ് ഇടുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇപ്പോൾ കേസായിരിക്കുകയാണ്. അപ്പോൾ അതൊരു സിനിമയുടെ പുതിയ വിപണന തന്ത്രമാണ് ഇതെന്ന് പറയാം. 2 കോടി രൂപ മുടക്കി ആളെ കയറ്റണം, 1 കോടി രൂപ ഈ ന്യൂജൻ ഇപ്പോഴത്തെ റിവ്യൂ ചെയ്യുന്നവന്മാർക്ക് വീതിച്ചു കൊടുക്കണം. റഹീം അബൂബക്കർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ഛായാഗ്രഹണം. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ സാന്നിധ്യമേ ഇല്ലാതെ നമ്മളിലേക്ക് കഥാപാത്രങ്ങളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ 13-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്തത്. നമ്മളിത് ചിത്രീകരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോഴും പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ന്യൂ തിയേറ്ററിലാണ് കണ്ടത്. സംവിധായകൻ പറയുന്നത് ഇതൊരു ബ്രൂട്ടൽ കോമഡി എന്നാണ് പറയുന്നത്, ക്രൂരമായ കോമഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിരിക്കും ഒരു അമ്മച്ചി മരിച്ചിട്ട് അടക്കാൻ പറ്റാത്തത് വെച്ച് ഇത്രയും രസകരമായ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വേണമെങ്കിൽ ബ്രൂട്ടൽ എന്ന് പറയാം. റിയലിസ്റ്റിക് കോമഡിയല്ല, കഥാപാത്രങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ല. ഒരുത്തർ റിവ്യൂ ചെയ്തിരിക്കുക, അമ്മായി കരഞ്ഞുകൊണ്ട് കയറി വരുന്നു, പിന്നെ മരണ വീട്ടിൽ കരഞ്ഞുകൊണ്ടല്ലാതെ ചിരിച്ചുകൊണ്ട് കയറി വരാൻ പറ്റുമോ? അനശ്വരയുടെ വേഷം പൈങ്കിളിയായിപ്പോയി, അതൊരു ഓക്കെ അല്ലാത്ത വേഷമാണ് അനശ്വര രാജൻ ചെയ്തിരിക്കുന്നത്. പാളിപ്പോയ പടമാണ്, എഴുത്തിൽ മോശമായിപ്പോയി, സ്ക്രിപ്റ്റ് മോശമായിപ്പോയി, മരണം റിയലിസ്റ്റിക് ആയില്ല, എന്തൊരു കുത്തിക്കൊന്നാലേ റിയലിസ്റ്റിക് ആവുള്ള. ഇത്ര വിവരദോഷികളായ റിവ്യൂവർമാരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും കണക്റ്റ് ആവുന്നില്ല എന്ന് അവന് പടം കണ്ടെടുത്തപ്പം. എന്തെങ്കിലും വലിച്ചുകൊണ്ട് ചെന്നാൽ മതിയായിരുന്നു, എനിക്ക് കണക്റ്റ് ആയെന്നെ. റിവ്യൂവിന് പണം ചോദിച്ചു. സിനി ഫയൽ എന്ന് പറഞ്ഞൊരു ചാനലാണ് പൈസ ചോദിച്ചത്. വിജിത്ത് വിജയൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരനാണ് ചോദിച്ചത്. അവരെ രണ്ട്, ഈ സിനി ഫയലിനെതിരെയും വിജിത്ത് വിജയനെതിരെയും സൈബർ കേസായിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചതിൻ്റെ പേരിൽ.
അപ്പോൾ അതിൻ്റെ ഈ നിർമ്മാതാക്കൾ ആരൊക്കെയോ ഈ വിപിൻദാസിൻ്റെ കൂടെ ഒരു 4-5 നിർമ്മാതാക്കളെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിനിമ എന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ ഒരാൾ ഹൈദരാബാദുകാരനാണ്. അതുകൊണ്ട് ഹൈദരാബാദിലും കേസ് കൊടുത്തിട്ടുണ്ട്. അവൻ ഹൈദരാബാദിൽ വരട്ടെ എന്നായിരിക്കും ഈ സിനി ഫയലുകാരനും ഈ വിജിത്ത് വിജയനൊക്കെ. ഇനി അവിടെ ഇട്ട് ഇടി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഒപ്പം ഫെഫ്കയിലും ഫിലിം ചേംബറിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഒക്കെ പരാതി കൊടുക്കുകയും ഞങ്ങളും കൂടി കക്ഷി ചേരാമെന്ന് സംഘടനകൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെട്ടിലാവും. അനശ്വര രാജൻ ചെയ്തിരിക്കുന്നത് അഞ്ജലി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഈ നെടുമങ്ങാട് അസീസിൻ്റെ മകളായിട്ട്. ഇത് രസമായിട്ട് ആ കുട്ടി ചെയ്തിരിക്കുന്നത് അറിയാം. സിനിമാ നടിയാണെന്നുള്ള ഒരു ഭാരവും ആ മുഖത്ത് കാണാനില്ല. പിന്നെ ഇതിൽ രസം എന്താണെന്നറിയോ, 2 ഡ്രസ്സ് വേണ്ടി തലേ ദിവസവും പിറ്റെന്നും 2 ഡ്രസ്സ് മതി. മല്ലിയ ചേച്ചിക്ക് 2 ഡ്രസ്സ് മതി, ഇയാൾക്ക് അസീസിനും 2 ഡ്രസ്സ് മതി, ബൈജുവിനാണെങ്കിൽ ഒരൊറ്റ ഡ്രസ്സ് മതി. അപ്പോൾ കോസ്റ്റ്യൂമിനൊന്നും പൈസ ആയിട്ടില്ല എന്ന് പറയാം. അനശ്വര രാജൻ പറയുന്നു, ഞാൻ 30 ദിവസം ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ചുരിദാറിട്ടുകൊണ്ടാണ് അഭിനയിച്ചത്, ആ പച്ച ചുരിദാർ. പിന്നെ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് മുരളിക്ക് പലവ്യഞ്ജനക്കടയാണ് അസീസിന്. പിന്നെ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് നോബിയാണ്. നോബി എനിക്ക് തോന്നുന്നു ഇതിലെ മല്ലിയ ചേച്ചിയുടെ മൂത്ത മകളുടെ ഭർത്താവ്. അയാൾക്കൊരു മകനുണ്ട്. രസമായിട്ട് ഇതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സത്യം പറഞ്ഞാൽ ഈ പടം 2025 മികച്ച നടൻ്റെ അവാർഡ് അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ അസീസിന് കിട്ടാം. കാരണം പടം തുടങ്ങി തീരുന്നവരെ ആ മൂഡ് നിലനിർത്തിക്കൊണ്ട് അയാൾ ചെയ്തിരിക്കുന്ന അയാളുടെ ഒരു ഗതികേട്, ഒരു വശത്ത് NSS, ഒരു വശത്ത് CPMൻ്റെ പഞ്ചായത്ത് മെമ്പർ, ഈ 2 പേരുടെ ഈഗോ ക്ലാഷിനിടയിൽ പെട്ടുപോയ ഹതഭാഗ്യനായ മുരളിയായിട്ട് അസീസ് മനോഹരമായി അഭിനയിച്ച പടമാണ്. നോബിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിജു സണ്ണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ അയാളുടെ മുമ്പ് ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കുണ്ടോ. ഈ വൺ വേ പ്രേമം, ഈ പറയുന്ന അനശ്വര രാജൻ ചെയ്യുന്ന അഞ്ജലിയുമായിട്ട് അവന് പ്രേമമാണ്. അവളാണെങ്കിൽ കൊരങ്ങൻ, വേട്ടാവളി എന്നൊക്കെയാണ് അവനെ വിളിക്കുന്നത്. കാരണം അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുണ്ടോ അവനെ. അവൻ സുഹൈൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഈ മരിച്ച വീട്ടിൽ വന്ന് നമുക്ക് കാണിക്കുന്ന നമ്പറുകൾ വേണം കാണാൻ. അവൻ്റെ കൂടെ ശക്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, കൂട്ടുകാരൻ, ബംഗാളിയായിട്ടാണ് കൊണ്ടുവരണേ. ജോമോൻ ജ്യോതിർ എന്ന് പറഞ്ഞ അയാളാണ് ചെയ്യുന്നത്. നല്ല മോഹൻലാലിനെ പോലെ ബൾക്ക് തടിയൊക്കെ ഉള്ളൊരു പയ്യനാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവനെ കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും. കാരണം അവൻ ബംഗാളിയല്ല, പക്ഷേ മരണ വീട്ടിലുള്ള എല്ലാവരും വിചാരിക്കുന്നത് അവൻ ബംഗാളി എന്നാണ്. ഒരു കൂട്ടർ വന്ന് ഇവിടെ ശവക്കുഴി ഇടന്ന് പറയുമ്പോൾ അവൻ അവിടെ മൃതദേഹം അടക്കാനുള്ള കുഴി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ വീട്ടുകാരമെന്ന് പറയും ഞങ്ങളുടെ വഴി പോകുന്ന സ്ഥലമാണ്, ആ വഴിയുടെ ഇടയിൽ കുഴി വെട്ടാക്കില്ല എന്ന് പറയും, വഴക്കാവും. ഇങ്ങനെ വഴക്കാവുമ്പോൾ ഈ CPMൻ്റെ വാർഡ് മെമ്പർ പറയും നമ്മൾ വെറുതെ വഴക്കിനൊന്നും നിൽക്കണ്ട, നമുക്ക് അവിടെ ആഞ്ഞിലിയിൽ അവിടെ ഒരു കുഴി എടുക്കാമെന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചുകൊണ്ട് അവിടെ കുഴി ഇട്ടു. അപ്പോഴാണ് ഈ NSSൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞത്, ബൈജു വേണു പറയുന്നത് വല്ലവനും പലതും പറയും. മാമനെ അടക്കിയത് അവിടെയാണ്, മാമൻ്റെ അടുത്ത് മാമി കിടന്നാൽ മതി, പെട്രാ പഞ്ചാബി ബംഗാളി അവിടെ കുഴി വെട്ടെന്നു വീണ്ടും തിരിച്ചൊളിച്ചോളന്ന് വെട്ടും. അത് വലിയ ക്ലാഷാകുമ്പം വേണു തന്നെ പറയും എന്നാൽ വഴക്കിനൊന്നും വേണ്ട, അവിടെ വിട്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് ഈ ശക്തി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, കൂട്ടുകാരനെ സഹായിക്കാൻ വന്നതാണ്. നല്ല രസമായിട്ട് ചെയ്തു. അതിൽ മല്ലിയ ചേച്ചിയുടെ സാവിത്രി അമ്മ, സാവിത്രി കുഞ്ഞമ്മ, സാവിത്രിയൊക്കെ ചേച്ചിക്ക് കുറച്ച് സീനേ ഉള്ളെങ്കിലും ഈ ബൈസൺ ക്യാരക്ടർ കാണിക്കുമ്പോഴൊക്കെ മൂരാച്ചികളായിരിക്കുമല്ലോ. ഇതങ്ങനെയല്ല, സൂബ ഡാൻസ് ചെയ്യുന്ന ആധുനിക കേരളത്തിലെ അല്ലെങ്കിൽ ആധുനിക യുവത്വത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരമ്മമ്മ. മനോഹരമായി ചേച്ചി ചെയ്ത വേഷമായിരുന്നു. അശ്വതി ചന്ദ്രകിഷോർ, ഈ ചന്ദ്രകിഷോർ എന്ന് എനിക്കറിയണ്ടോ, അശ്വതി എൻ്റെ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്, ചിത്രാഞ്ജലിയിലുള്ള ഒരാളുടെ മകളായിരുന്നു. ഇപ്പോൾ ഈ തിരുവനന്തപുരം സ്ലാങ്ങിൽ എല്ലാ കോമഡി പ്രോഗ്രാമുകളിലും ഈ അശ്വതിയാണ് അഭിനയിക്കുന്നത്. അശ്വതിയാണ് ഇതിൽ ഈ മുരളി എന്ന് പറയുന്ന അസീസിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അനശ്വര രാജൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എന്തും മനോഹരമായി അവർ ചെയ്തിരിക്കുന്നു പറയും. അവസാനം എല്ലാ ഉടക്കും കഴിഞ്ഞ് ആണെന്നും വേണ്ട പെണ്ണുടച്ചാലും ഉടയും എന്ന് പറഞ്ഞിട്ട് മുരളി ഭാര്യയെ വിളിച്ച് പട്ടൊക്കെ ഉടിപ്പിച്ച് തലയിൽ കുടത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മൃതദേഹത്തിന് വലം വയ്ക്കുന്നിടത്തൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അത്രയും ഒറിജിനാലിറ്റി ആയിട്ടാണ് അശ്വതി അഭിനയിച്ചിരിക്കുന്നത്. അശ്വതി ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എൻ്റെ സീരിയലിൽ അഭിനയിച്ചപ്പോൾ. സംവരണ സീറ്റിൽ ജയിച്ച ഒരു വാർഡ് മെമ്പറുണ്ട്, ഒരു വനിതാ വാർഡ് മെമ്പർ. അവരെ വിളിച്ചിട്ട് ഈ കുമാർ എന്ന് പറഞ്ഞ വാർഡ് മെമ്പർ CPMകാരൻ വിളിച്ച് ഫോണിൽ കൂടെ പറയും, ഏയ് നിങ്ങൾ വേഗം വരണം കേട്ടോ, ഇവിടെ ആളുകളെല്ലാം കൂടിയിരിക്കുകയാണ്, ഇപ്പോൾ വന്ന് ആളുടെ മുമ്പിലൊക്കെ ഒരു ജാട നമ്പറൊക്കെ കാണിച്ചിട്ട് പോയാലേ നമുക്ക് അടുത്ത ഇലക്ഷനിൽ വോട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അവൾ പറയാ എനിക്ക് പിള്ളേർക്ക് ചോറും കഞ്ഞിയും കൂട്ടാനും വയ്ക്കാതെ എനിക്ക് വരാൻ ഒക്കില്ല. അപ്പോൾ മറ്റേ ആൾ പറയും, എടീ നീ സംവരണ സീറ്റ് ജയിച്ചവളാണ്, CPMകാരനെ പറയണേ, സംവരണ സീറ്റിൽ ജയിച്ചവളാണ്, വീണ്ടും ജയിക്കണമെങ്കിൽ വാ, എനിക്ക് വരാൻ ഒക്കില്ല, എനിക്ക് പിള്ളേർക്ക് കഞ്ഞി വയ്ക്കണം എന്നൊക്കെ പറയുന്നൊരു
ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളാണ്. അതിലൊന്നാണിത്. അത് നല്ല രസമായിട്ട്. അതുപോലെ തന്നെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോഴേ ഈ വാർഡ് കൗൺസിലർ കുമാറിൻ്റെ പോക്കറ്റ് കിടന്ന ഫോൺ റിങ് ചെയ്യുമ്പം മുരുകൻ കാട്ടാക്കട എഴുതിയ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പാട്ടാണ്. ഒരു വിപ്ലവ ഗാനം ഉണ്ടല്ലോ, ആ പാട്ടാണ് കേൾക്കണേ. അതുപോലെ തന്നെ അതിൽ എന്തോ സംസാരിക്കുന്നതിനിടയിൽ പറയുന്നു, എടാ എഴുതുമ്പോൾ അക്ഷരം തെറ്റരുത്, സംഖ്യയുടെ ഖായല്ല, മേഘം എന്നുള്ള അല്ല എന്നാണ് പറയുന്നത്. സംഖ്യയുടെ ഖായല്ല, സഖാവ് എന്ന് എഴുതുമ്പോഴുള്ള ഖായ ഉണ്ടല്ലോ, നഖത്തിൻ്റെ ഖാ, ആ ഖായാണ് എഴുതാൻ, തെറ്റരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ രസകരമായ കൊച്ചു 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 നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. എന്തായാലും ഒരു കാര്യം അതുപോലെ പറയാതെ പോകാൻ പറ്റാത്തത്, സജി സബാന എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. സജി സബാന ഒരു കിഷൻകുട്ടി നായർ സ്റ്റൈലിലൊക്കെ ഉള്ളൊരുത്തൻ. അയാൾ ഇതിലൊരു പ്രസന്നൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇവനാണ് ഈ മരിച്ച സാവിത്രി കുഞ്ഞമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയൊരു നടവഴിയുണ്ട്, കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുത്തതാണ് നടവഴി. ആ നടവഴിയുടെ അടുത്ത് കൊണ്ടുവന്ന് തെക്ക് വശത്തല്ലേ അടക്കാൻ, അതിനുവേണ്ടി കുഴി വെട്ടുമ്പോൾ ഇവൻ പ്രശ്നം ഉണ്ടാകും. ഇവൻ പ്രശ്നം ഉണ്ടാക്കണമല്ല, പാവമാണെന്നേ. അവൻ്റെ ഭാര്യ ഇവിടെ വന്നിരിക്കും, വേറൊരു പെണ്ണും മൂട്ടി കൊടുക്കും. എടീ നീ നടന്നു പോകാനുള്ള വഴിയുടെ എവിടെയാണ് ഇവരെ അടക്കണം, നീ രാത്രി വരുമ്പോൾ അവർ കയറി നിൽക്കും പേടിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. എവിളി എന്ന് ഭർത്താവിൻ്റെ മുൻ ഭർത്താവിനെ ഇളക്കി വിടും. അവൻ അടിവാങ്ങൽ മാത്രമാണ് ജോലി. അവൻ അവസാനം ഇവരെ കൊന്നതാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരാളാണ്. രസകരമായി ഈ പറയുന്ന സജി സബാന ആ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാൾ പോലും അയ്യോ ഇത് മിസ്കാസ്റ്റ് ആയി പോയല്ലോ എന്ന് നമുക്ക് തോന്നുകയില്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ജോൺ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മാനസിക അടുപ്പമുള്ള ചെറുപ്പക്കാരനാണ് പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. രസകരമായി ഇതെങ്ങനെ അവർ ഓരോ സീനും കാണിച്ച് ഷൂട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വെച്ചിട്ട് അവിടെ നടക്കുന്ന എല്ലാം ഒന്നിച്ച് ഷൂട്ട് ചെയ്തോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, കാരണം മരണ വീടായതുകൊണ്ട്. അങ്കിത് മേനോൻ എന്ന് പറഞ്ഞ ആളാണ് സംഗീതം. എനിക്ക് മനസ്സിലാവാത്തത്, നിർമ്മാതാവ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ലൈൻ പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ ഡിസൈനർ, ഇങ്ങനെ കുറേ കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാർഡുണ്ട്. അതുപോലെ തന്നെ സംവിധായകൻ മാത്രമല്ല, ക്രിയേറ്റീവ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ്, പിന്നെ അസോസിയേറ്റ്, അത് കഴിഞ്ഞ് സഹസംവിധായകൻ, അത് കഴിഞ്ഞ് സംവിധാന സഹായി, ഇങ്ങനെ കുറേ കാണിക്കുന്നു. അതുപോലെ പ്രൊമോഷൻ കൺസൾട്ടൻറ്റ്, ഇപ്പോഴത്തെ സിനിമയിലെ ഇപ്പോഴത്തെ പോസ്റ്റുകളായിരിക്കാം ഇതൊക്കെ. മാർക്കറ്റിംഗ് ഹെഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈറ്റിൽ കാർഡ് പടം തീരുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രൊമോഷൻ കൺസൾട്ടൻറ്റിന് എന്താണ് ജോലി എന്ന് എനിക്കുണ്ട്. ഇപ്പം മുമ്പൊക്കെ നമ്മളെ സിനിമയിൽ PR എന്ന് പറയും, വാഴു ജോസോ, ഇബ്രാഹിം ലിങ്കനോ, ഇപ്പോൾ AS ദിനേശോ പോലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ പ്രൊമോഷൻ കൺസൾട്ടൻ്റൊക്കെ വേറെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ സിനിമ മാറിയോ എന്ന് എനിക്കറിയില്ല. കാരണം 11-ാം തീയതി വന്നതല്ലേ, ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു മാസം ആവാറായി. അപ്പോൾ കഴിയുമെങ്കിൽ ഈ കൊച്ചുപടം നിങ്ങളെല്ലാവരും കാണണം. നമ്മുടെ ജീവിതത്തിൽ ദിനവും കാണാൻ കഴിയുന്ന പ്രശ്നങ്ങൾ വെച്ചാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. അതിനുവേണ്ടി പറയാൻ വന്നപ്പോഴാണ് ഈ NSS പ്രസിഡൻ്റായിട്ട് വേണു എന്ന് പറഞ്ഞ കഥാപാത്രം ബൈജു ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ NSSൻ്റെ കഥയൊക്കെ തുടക്കത്തിൽ പറയേണ്ടി വന്നത്. എന്തായാലും വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ ഒരു രസകരമായി മലയാള സിനിമയുടെ ഒരു മാറ്റത്തിൻ്റെ ഒരു മരണം ആലോചിച്ച് നോക്കൂ. മരിച്ച് വൈകുന്നേരം അടക്കുന്നതിനിടയിൽ 2:30 മണി ആദ്യം പറയും. NSS വരുമ്പോഴാണ് അറിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുകയാണ് 2:30 മണിക്ക് അടക്കാമെന്ന്. NSS വന്നിട്ട് വേണു പറയാണ്, അവൻ ആരത് പറയാൻ, NSSന് പ്രസിഡൻ്റുണ്ട് പറയാൻ, 3:30 മണിക്ക് അടക്കാം. ആരും വരാനില്ല, പക്ഷേ 3:30 മണി വരെ കഴിഞ്ഞിട്ട് അടയ്ക്കാൻ മതി. അപ്പോൾ ഈ ട്യൂബ് ലൈറ്റ് കൊണ്ട് കിട്ടുമല്ലോ മരണ വീട്ടിൽ. മരിച്ചു എന്നറിഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമാണെന്നാൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടും നോബി. അവൻ കൊണ്ടുവന്ന ലൈറ്റും എല്ലാം കൊണ്ട് പോകുമ്പോഴാണ് ഒരു ഫോൺ വരുന്നു. ഈ അസീസ് വിളിക്കുകയാണ്, മുരളി വിളിക്കുകയാണ്, അമ്മ പോയിന്ന്. അപ്പം തന്നെ മറ്റേ നോബി കണ്ണ് കാണിക്കും, വാ കെട്ടെന്ന്. ആ ലൈറ്റെല്ലാം പിടിച്ച് അവിടെ കെട്ടും. കുറേ കഴിയുമ്പോൾ അവരുടെ ബന്ധുവായ ഒരുത്തൻ, ആ നാട്ടിലുള്ള ഒരുത്തൻ ട്യൂബ് ലൈറ്റുമായിട്ട് വരും. അവൻ പറയും, ഇവിടെ ഒരാൾ മരിക്കുമ്പോൾ ഞാനല്ലേ ട്യൂബ് ലൈറ്റ് കിട്ടാൻ, മറുവശത്തുള്ള അക്കരെയുള്ളവനാണ് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ഉടക്കും. അപ്പോഴും ഈ മുരളി ചെന്ന് സാഷ്ടാംഗം തൊഴുത് പറയും, ഒന്ന് സഹായിക്കുക, അവരൊന്ന് കെട്ടിപ്പോയില്ലേ, നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലർ കസേരയൊക്കെ ഇറക്കും. അത് കഴിയുമ്പോഴാണ് NSSൻ്റെ ആക്റ്റീവിൽ വരുന്ന വേണു, ഇതാരെ കസേര എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ, NSSൻ്റെ കസേര ഉണ്ട്, അത് ഇട്ടാൽ മതി. ഇങ്ങനെ ഒരു മരണ വീടിനെ എങ്ങനെ ചളകൊളമാക്കുന്നു എന്നുള്ളത് പലയിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രസകരമായി ചെയ്ത സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്ത പടത്തെ ഹിറ്റുകളുടെ കഥയിൽ പറയുന്നത്. എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള കൊച്ചു പടങ്ങൾ വേണം പ്രൊമോട്ട് ചെയ്യാൻ. നല്ല രസമായിട്ടെടുത്ത സിനിമയാണ്. തീർച്ചയായിട്ടും
അഭിനന്ദനം അർഹിക്കുന്നു അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.